20 വയസ്സായപ്പോഴാണ് ചെന്നൈക്ക് വരുന്നത്. ഓ ആ ചെന്നൈ വന്നു. ഞാൻ സാറിന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ശരത് സാറിന്റെ വീട്ടില്. ആണോ? വഴി ഇങ്ങനെ കറങ്ങി വരികയാണ്. എന്നിട്ട് കേക്കട്ടെ. അന്ന് സാർ ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു ഫിലിമിൽ പാടിയിട്ടുള്ള സമയമാണ്. ജോൺ സേട്ടൻ്റെ. അതെ. അപ്പൊ ഞാൻ അന്ന് വന്നിട്ട് സാറിനെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, ഒരു ഫ്രണ്ട് വഴി വന്ന് പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. വിശപ്പാണല്ലോ പ്രധാനം. പാട്ട് പഠിക്കണം, അതിനുള്ള ഫീസ് കണ്ടെത്തണം. അങ്ങനെ കോറസ് ട്രാക്ക് കോറസ് പാടാനായിട്ട് ഞാൻ കുറച്ച് ഫിലിമുകൾക്കൊക്കെ MG സാറിന്റെ കൂടെയും പാടിയിട്ടുണ്ട്. ചില ഫിലിമുകൾക്ക് വളഞ്ഞ് ഇതുവഴി വന്നു. ഏത് സിനിമയ്ക്കായിരുന്നു അത്? ഫസ്റ്റില് പാടുന്നത് ജോൺസൺ മാഷ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങള്, കതിരോല പന്തലൊരുക്കി. പിന്നെ അച്ഛന്റെ മരണശേഷം വീണ്ടും ഞാൻ നാട്ടിലേക്ക് വന്നു. കാരണം കുടുംബത്തിന്റെ ഒരു ഭാരം ചുമലിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. വീണ്ടും ഒരു 9 വർഷം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് വീണ്ടും വന്നു. പിന്നെയും കുറച്ച് വർക്കുകൾക്കൊക്കെ പാടാൻ പറ്റി. അന്നാണ് രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലൊക്കെ കുറച്ച് നാളുണ്ടായിരുന്നു. 86-ലാണ് AT ഉമ്മർ സാർ വഴി എനിക്കൊരു ഫിലിമിലേക്ക് എൻട്രൻസ് കിട്ടുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നീട് ആ പാട്ട് കേൾക്കുന്നത്. എങ്ങനെയായിരുന്നു അതിന്റെ 4 വരി? നാണം മേലാകെ ഉമ്മവച്ചഴകിൻ കിങ്ങിണി കിലുക്കും പ്രായം, കയ്യെത്തും ദൂരത്ത് മെയ്യെത്തും തേന്മാവിൽ പടരാൻ മാത്രമറിയും ചാരുലതേ ചാരുലതേ, നാണം മേലാകെ ഉമ്മവച്ചഴകിൻ കിങ്ങിണി കിലുക്കും പ്രായം. നല്ല പാട്ട് കേട്ടോ, ബെസ്റ്റ് സോങ്.